എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒട്ടുമിക്ക മലയാള മാധ്യമങ്ങളിലേക്കും വാർത്താ ചാനലുകളിൽ ഗംഭീരമായ വാർത്ത. രാജ്യത്തിൻ്റെ ബഹുമാന്യനായ പ്രധാനമന്ത്രി മോദിജി കൊച്ചിയിൽ വന്നപ്പോൾ നൽകിയ വാർത്താ പ്രാധാന്യത്തെക്കാട്ടിലും വലിയ വാർത്ത. T20 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിൻ്റെ സൂപ്പർ താരമായ സഞ്ജു കേരളത്തിൽ വന്നപ്പോൾ നൽകിയ സ്വീകരണത്തെക്കാട്ടിലും വലിയ വാർത്ത. ആ വാർത്തയിൽ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ നിറഞ്ഞു നിൽക്കുന്നു TV ചാനലുകളിലൂടെയൊക്കെ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി റഹീം, പിന്നെ മന്ത്രി എന്ന് വേണ്ട CPM-ന്റെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഈ വാർത്തയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഏതെങ്കിലും ചാനലുകാർ അവരുടെ മൈക്ക് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇവർ പറയാൻ തുടങ്ങി, ഇതാണ് റിയൽ കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, UP-യിലെ പ്രയാഗ്രാജിൽ വെച്ച് നടന്ന കുംഭമേളയിൽ വൈറലായ മൊണാലിസ എന്ന പെൺകുട്ടി, നമുക്കെല്ലാവർക്കും അറിയാം, ഒറ്റ ക്ലിക്കിലൂടെ, ഒറ്റ ഫോട്ടോയിലൂടെ പൂച്ചക്കണ്ണ്, അവരുടെ ആ കണ്ണിൻ്റെ മനോഹരിത കൊണ്ട് ലോകം മുഴുവൻ വൈറലായ മൊണാലിസയുടെ കല്യാണം, അത് ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച്, നമ്മുടെ ഈ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് വെച്ച് 1.5 വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഒരു മഹാരാഷ്ട്ര സ്വദേശിയുമായിട്ടാണ് അവരുടെ വിവാഹം. ഈ വിവാഹത്തെ മൊണാലിസയുടെ വീട്ടുകാർ എതിർത്തപ്പോഴാണ് അവർ തിരുവനന്തപുരത്ത് വരികയും ഒരു പോലീസ് സ്റ്റേഷനിൽ അഭയം നേടി ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും CPM-ന്റെ നേതാക്കന്മാർ വന്നു അവരുടെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്തിക്കൊടുത്തു. നല്ല കാര്യം. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ സൂക്ഷിക്കുക ഇവരെ. കാരണം എത്രയോ വർഷമായി പ്രസവിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടി 1.5 വർഷം മുമ്പ് ഫേസ്ബുക്കിലൂടെ മാത്രം പരിചയപ്പെട്ട ഒരുത്തനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചപ്പോൾ വീട്ടുകാരതിനെ എതിർത്തപ്പോൾ അതിന് കൂട്ടുനിന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ CPM എന്ന് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളുള്ള രക്ഷിതാക്കളും ഒന്ന് അറിഞ്ഞിരുന്നാൽ നല്ലത്. പിന്നെ ഈ കല്യാണം നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ചാനലുകാർ മൈക്ക് ഇങ്ങനെ കാണിക്കുമ്പോൾ CPM-കാരുടെ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ പറയേണ്ടത്, ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന്. സംഭവം ശരിയാണ്, ഇത് തന്നെയായിരിക്കും റിയൽ കേരള സ്റ്റോറി. ഒരു 1.5 വർഷം, മാക്സിമം പോയാൽ 2 വർഷം വെയിറ്റ് ചെയ്യാം, അപ്പോൾ അറിയാം ഇത് തന്നെയായിരിക്കും റിയൽ കേരള സ്റ്റോറി എന്ന്. പിന്നെ CPM-കാർ ഈ കല്യാണത്തിന് ഇത്ര മുൻതൂക്കം നൽകിയതും ഇത്ര പ്രാധാന്യത്തോടെ അവരിതിൽ ഇടപെട്ടതിലും ലക്ഷ്യം എന്താണ് എന്ന് എനിക്ക് മുമ്പ് തന്നെ പലരും സോഷ്യൽ മീഡിയ വഴിയും പല ചാനൽ വഴിയും എല്ലാം ലോകത്തെ അറിയിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനിനി അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ വേറൊരു കുരുക്കും കൂടി ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടല്ലോ സഖാക്കളെ. ഈ മൊണാലിസ എന്ന കുംഭമേളയിലെ വൈറലായ പെൺകുട്ടിക്ക് പ്രായം 18 വയസ്സ് ആയിട്ടില്ല എന്നുള്ള ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ പല ന്യൂസ് പേപ്പറുകളിലെ കട്ടിങ്ങും മറ്റും പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. ഈ മൊണാലിസയ്ക്ക് 18 വയസ്സായിട്ടില്ല എന്നും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 21/1/2009 എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. സോറി, ആ വാർത്ത ശരിയാണെങ്കിൽ ഈ കല്യാണം നടത്തിയ ആളും ഈ കല്യാണത്തിന് നേതൃത്വം നൽകിയ മഹാന്മാരും ഈ കല്യാണത്തിന് കൂട്ടുനിന്ന ക്ഷേത്ര കമ്മിറ്റിക്കാരും എല്ലാവരും ദ കേരള സ്റ്റോറി എന്താണെന്നല്ല അറിയാം, ദ റിയൽ സ്റ്റോറി എന്താണെന്ന് അറിഞ്ഞിരിക്കും. ശൈശവ വിവാഹത്തിന് മാത്രമല്ല കേസെടുക്കുക, പോക്സോ കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ട്. ഇത് നേരാണെങ്കിൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മൊണാലിസ എന്ന ആ
കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 21/1/2009 ആണെങ്കിൽ കല്യാണം കഴിച്ച ആളും അഴിയണ്ണും കല്യാണത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാരും അഴിയണ്ണും അതിന് മുഖ്യ കാർമ്മികത്വം വഹിച്ച ക്ഷേത്ര കമ്മിറ്റിക്കാരും ക്ഷേത്ര ഭാരവാഹികളും എല്ലാവരും അഴിയെണ്ണാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ സർവേശ്വരനോട് പ്രാർത്ഥിക്കുക, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് 21/1/2009 ആവരുത്, അവർക്കിപ്പോൾ 18 വയസ്സ് ആയിരിക്കണമെന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇതിന് നേതൃത്വം നൽകിയവരൊക്കെ കിടന്നുറങ്ങുക. ഇപ്പോൾ ഈ കല്യാണത്തിന് നേതൃത്വം നൽകിയ CPMന്റെ ഗൂഢലക്ഷ്യം എന്താണ് എന്ന് എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അതിനെക്കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം.